നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുൻപായിരുന്നു ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത്. അദ്ദേഹം മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം. മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ ഫോറൻസിക് സംഘം വിശദമായി പരിശോധന നടത്തിയിരുന്നു. ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത കാണുന്നില്ലെന്ന് പോലീസ് പറഞ്ഞതായാണ് വിവരം. കരൾ രോഗത്തിനുള്ള മരുന്ന് മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സീരിയൽ ഷൂട്ടിങ്ങിനായി 4 ദിവസം മുൻപാണ് ദിലീപ് ഹോട്ടലിൽ മുറിയെടുത്തിരുന്നത്. ഇടയ്ക്ക് 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. മുറിവിട്ട് ദിലീപ് പുറത്തു പോയിരുന്നില്ല. ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. ഞായറാഴ്ച മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് പറഞ്ഞത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദിലീപ് ശങ്കർ ചികിത്സ തേടിയിരുന്നതായും മനോജ് പറഞ്ഞിരുന്നു. ദിലീപ് ശങ്കറിനെ കാണാത്തത് കാരണം പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം ഫോൺ എടുക്കാത്തതിനാൽ പ്രൊഡക്ഷൻ ടീമിലെ ആളുകൾ ഹോട്ടലിൽ നേരിട്ട് എത്തുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ജീവനക്കാർ മുറി തുറന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ ദിലീപിനെ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത ഉള്ളതായി തോന്നുന്നില്ലെന്നും മനോജ് പറഞ്ഞിരുന്നു. എല്ലാവരോടും സൗഹൃദം പുലർത്തിയിരുന്ന അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ അധികം ശ്രദ്ധ കാട്ടിയിരുന്നില്ല. കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു. അതിന്റെ തീവ്രത വകവയ്ക്കാതെയാണ് പലപ്പോഴും ഷൂട്ടിങ്ങുകൾ പങ്കെടുത്തിരുന്നത്. രോഗത്തോട് കാട്ടിയ അലംഭാവമാകാം മരണകാരണമെന്നാണ് വിലയിരുത്തൽ. അഭിനയത്തിന് പുറമെ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു ദിലീപ്. ചപ്പാത്തി, ദോശമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിലെത്തിക്കുന്നത്. ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ നോക്കിയിരുന്നത്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ദേവ, വിദ്യാർത്ഥിയായ ധ്രുവ് എന്നിവരാണ് മക്കൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. തിങ്കളാഴ്ച രാവിലെ 6 മുതൽ 11 വരെ ചിറ്റൂരിലെ വീട്ടിലും 12 മണിവരെ ചിറ്റൂർ സെന്റ് മേരീസ് സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ചേരാനല്ലൂർ ശ്മശാനത്തിലാണ്. 25 വർഷമായി സീരിയൽ സിനിമാ രംഗത്ത് സജീവമായിരുന്നു ദിലീപ്. ജൂഡ് അടിപ്പേറ്റിയുടെ റോസസെറ്റ് ഡിസംബർ എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം തമിഴ് ഉൾപ്പെടെ 50ലേറെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭ ബഹുമതിയും നേടിയിട്ടുണ്ട്. മനോജ് സംവിധാനം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിക്കാനാണ് തലസ്ഥാനത്തെത്തിയത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന സീരിയൽ അടക്കമുള്ളവയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് ദിലീപ് ശങ്കർ. ചാപ്പാക്കുരിശ്, 24 നോർത്ത് കാതം തുടങ്ങിയ സിനിമകളിലും ചെറുവേഷങ്ങൾ ചെയ്തിരുന്നു. പ്രജാപതി, ബ്ലാക്ക് എന്നീ സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രാമഫോൺ, മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നിവിൻ പോളിയും നയൻതാരയും അഭിനയിച്ച പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത്. അഭിനയത്തോടുള്ള മോഹം കൊണ്ട് MBBS പഠനം പോലും പാതിവഴി ഉപേക്ഷിച്ച് അഭിനയത്തിലേക്കെത്തി. ഡോക്ടറാകേണ്ട ആളല്ല താനെന്ന് ബോധ്യമായ ശേഷം MSc കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു. സിനിമയിൽ ചെറുവേഷങ്ങളിലൂടെ തുടങ്ങിയ അദ്ദേഹത്തിന് പക്ഷേ സീരിയൽ രംഗത്ത് സൂപ്പർ താര പരിവേഷമായിരുന്നു. ജനപ്രിയ സീരിയലുകളിലെ വേഷങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് അദ്ദേഹം ഇടിച്ചുകയറി. അതേസമയം ദിലീപ് ശങ്കറിന്റെ വിയോഗം വിശ്വസിക്കാനാകാതെയാണ് പ്രിയപ്പെട്ടവർ. ജീവിതം അത് നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? എത്ര നൈമിഷികമാണ് അത്. ആർക്കും ഒരു വാറന്റി കാർഡും ദൈവം കൊടുത്തിട്ടില്ല എന്നാണ് ദിലീപ് കുറിച്ച വാക്കുകൾ. മദ്യപാനം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച അദ്ദേഹം പക്ഷെ വീണ്ടും തുടങ്ങിയത് ജീവന് തന്നെ ഭീഷണിയായി മാറി. പ്രിയപ്പെട്ടവർ പല വാണിംഗും കൊടുത്തുവെങ്കിലും ഈ മരണം അദ്ദേഹം സ്വയം വാങ്ങിയതാണെന്നാണ് സഹപ്രവർത്തകരിൽ ചിലർ തന്നെ പറയുന്നത്. കരൾ രോഗത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് മരണവും സംഭവിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപേ ദിലീപ് പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മരണത്തെ ഭയമില്ല, പക്ഷേ മരണം കഴിഞ്ഞ ശേഷമുള്ള ലോകം എന്താകും, അവിടെ എങ്ങനെ പ്രിയപ്പെട്ടവർ ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയും എന്നൊക്കെയാണ് പോസ്റ്റിലൂടെ ദിലീപ് പറയുന്നത്. മറ്റൊരു പോസ്റ്റിൽ തനിക്ക് കാറ്റിനെയും നൂൽപാലങ്ങളും ഭയമെന്നും കുറിച്ചു. മരണം അത് എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ്. മരിക്കാനുള്ള ഭയമോ അപ്പോഴുണ്ടാകുന്ന വേദനയോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന ചിന്ത ആരും കൂട്ടിനില്ലാതെ. നമുക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. നമ്മുടെ കൂടെ ഇപ്പോഴും ആരെങ്കിലും വേണം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനമുള്ളൂ. എന്താണെന്നറിയില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ അതും അറിയില്ല. ഒറ്റയ്ക്ക് അതിന് ധൈര്യമില്ല.
സത്യം, എല്ലാവരെയും വിട്ടു, കുടുംബത്തെ വിട്ടു. ചിന്തിക്കാൻ വയ്യ. എനിക്ക് കാറ്റിനെ പേടിയാണ്. നല്ല മഴക്കാലത്ത് പണ്ട് സ്കൂളുകളിൽ പോകുമ്പോൾ ബസിന്റെ വശങ്ങളിലുള്ള ടാർപ്പായ പറക്കുന്നത് കാണാതിരിക്കാൻ ഞാൻ കണ്ണടച്ചിരിക്കും. കടലിലൂടെ പായവഞ്ചി പോകുന്നത് കാണുമ്പോൾ ഇപ്പോഴും എന്റെ നെഞ്ചിടിക്കും. ടൈറ്റാനിക് കപ്പലിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മുങ്ങുന്നതിന് മുൻപേ ആദ്യം നെഞ്ചു പൊട്ടി മരിക്കുന്നത് ഞാനായിരിക്കും. കാറ്റിനെ എനിക്ക് സഹിക്കാനാവില്ല. സത്യം, ഉയരം അത് ഭയങ്കര പ്രശ്നമാണ്. നൂൽപാലങ്ങൾ ആണ് എന്റെ പേടി സ്വപ്നം. 6 അടിയിൽ കൂടുതലുള്ള മതിലിലൂടെ നടക്കാൻ എന്നോട് പറഞ്ഞാൽ അത് ഷൂട്ടിങ്ങിലാണെങ്കിൽ പോലും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. തല കറങ്ങും. ബാക്കിയൊന്നും എനിക്ക് പേടിയില്ല. പാമ്പും പഴുതാരയും ആനയും കടുവയും ഒന്നും. നല്ല വിഷമുള്ള അണലിയെ ഞാൻ ചെരുപ്പ് കൊണ്ടടിച്ചിട്ടുണ്ട്. ആനയുടെ കൊമ്പിനടിയിൽ നിന്ന് സെൽഫി എടുത്തിട്ടുണ്ട്. കടുവയുടെയും സിംഹത്തിന്റെയും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യം ഈ ഉള്ളവന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കാറ്റ്, ഉയരം, അവിടെ ഞാൻ തോൽക്കും. ഇത് ഒരു അസുഖമാണ്. പണ്ട് ഏതോ ഒരു ഫിലിമിൽ സോമൻ സർ പറഞ്ഞതുപോലെ ഉള്ള എന്തോ ഒരു പേരുള്ള അസുഖം. എന്തോ സച്ചി മുഫേബ്രിയ സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ട എന്ന് കരുതി പറഞ്ഞതാണ്. എനിക്ക് ഫാനിന്റെ കാറ്റും മാക്സിമം 5 അടി ഉയരവും മതി. ദിലീപ് കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു.